ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കിച്ചൺ ടൂൾസ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വറുത്തരച്ച നമ്മുടെ നാടൻ ചിക്കൻ കറിയാണ്. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ ഒരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തിട്ട് 1 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ചു. തിരക്കുള്ള ആൾക്കാരെങ്കിൽ ഒരു 5 മിനിറ്റ് ആയാലും മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പം നമ്മുടെ തേങ്ങ വറുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊരു മിക്സി ജാറിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കാം, ഒരു 4 വെളുത്തുള്ളി, 1 സ്പൂൺ കുരുമുളക്, കറിവേപ്പില, ഇതെല്ലാം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക. ഇത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കടായി എടുക്കുക. അതിലേക്ക് ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിവിടെ ഒരു 3/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഒരു 6 പേർക്കോളം കഴിക്കാൻ പറ്റുന്നൊരു ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിക്കുന്നത് ഇവിടെ. അപ്പം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ ഫ്ലെയിം സിമ്മിലേക്ക് ആക്കി വയ്ക്കാൻ മറക്കരുത്. എന്നിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 4 വെളുത്തുള്ളി, ഒരു 4 ചെറിയുള്ളി, ഒരു 2 പച്ചമുളക് നടുകെ കീറിയതാണ്. അതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും എല്ലാം ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ പോവാം. എന്നാലും നമുക്കത് പെട്ടെന്ന് തന്നെ അത് വരണ്ട് കിട്ടിക്കോളും. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം, ഒരു 1/4 സ്പൂണോളം കുരുമുളക്, അതേപോലെ തന്നെ 1/4 സ്പൂണോളം പെരിഞ്ജീരകം. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. അപ്പം നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ എല്ലാം കരിഞ്ഞു പോകും, അടിയിലുള്ള തേങ്ങയെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറാൻ തുടങ്ങും. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഇങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അതിന് ശേഷം നമ്മൾ പൊടികളെല്ലാം ആഡ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ പൊടികളെല്ലാം ആഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പൊടികളെല്ലാം ആഡ് ചെയ്യാം. ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. അതൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇനി നമുക്ക് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യാം. ഇത് നിർബന്ധമൊന്നുമില്ല, ഇത് വെറും ഓപ്ഷണലാണ്. ഇത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പം ഈ പറയുന്ന പൊടികളെല്ലാം അതിൻ്റെതായ പച്ചമണം മാറുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ പച്ചക്കുത്ത് നമ്മുടെ കറിക്കും വരും. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനി ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്യാമെന്ന്. അത് നമുക്ക് ഇതേപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മൾ ഈ പൊടികളെല്ലാം പച്ചക്കുത്ത് മാറിയതിന് ശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പം വറുത്ത് വെച്ച തേങ്ങയെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് തണിഞ്ഞതിന് ശേഷം അത് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇനിയിപ്പോൾ ഇതേ കടായിൽ തന്നെ ഒരു 2 to 3 സ്പൂണോളം എണ്ണ ഒഴിച്ചതിന് ശേഷം ആദ്യം നമ്മൾ മാറ്റി വെച്ച ഗ്രൈൻഡ് ചെയ്ത മിക്സ് ഇതിലേക്ക് ഇടാം. ഇതിപ്പോൾ ഞാൻ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ആദ്യം ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വെച്ച വെളുത്തുള്ളി, കുരുമുളക്, പിന്നെ കറിവേപ്പില, ഇതെല്ലാം ഗ്രൈൻഡ് ചെയ്ത് വെച്ചത് ഞാനിപ്പം എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഒന്ന് വരട്ടി കൊടുക്കുക. ഇത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിതും ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ ഒരു 6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ചെറിയുള്ളി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു സവാള അല്ലെങ്കിൽ 1.5 സവാള നമ്മൾ ഇങ്ങനെ വരട്ടി കൊടുത്താൽ മതിയാവും. ഇതിവിടെ ഞാനിപ്പം ചെറിയുള്ളി ഉള്ള കാരണം ഒരു സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് വരണ്ടി വരുമ്പം ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. ഇപ്പം ചെറിയുള്ളി ഇല്ലാത്ത ആൾക്കാരെങ്കിൽ ഒരു 1.5 സവാളയോളം എടുത്തോളൂ. എന്നിട്ട് അത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ഉള്ളി പെട്ടെന്ന് തന്നെ വരണ്ടി വരാനായിട്ട് 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പക്ഷെ ഉപ്പിൻ്റെ അളവ് എല്ലാവരും സൂക്ഷിച്ചിടുക. എന്താ വെച്ചാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിൽ നമ്മൾ 1 സ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
ഉള്ളി വരണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെടുത്ത് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത് അതിട്ട് കൊടുക്കുക. അതും ഇങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതൊന്ന് അടച്ച് വേവിക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായി ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ചിക്കൻ തന്നെ ഒന്ന് വേവുമ്പം വെള്ളം ഇറങ്ങിക്കോളും. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു ലിഡിനെ കൊണ്ട് മൂടി വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ തേങ്ങ ഗ്രൈൻഡ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചിക്കനിലേക്ക് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ എല്ലാ ചിക്കൻ പീസിലേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഒരു ലിഡ് കൊണ്ട് അടച്ച് വേവിക്കുക. ഇതുവരെ ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ചിക്കൻ തന്നെ ഇനി വേവുമ്പം വെള്ളം ഇറങ്ങിക്കോളും. ഇപ്പോൾ എണ്ണ കുറച്ച് തെളിഞ്ഞിങ്ങനെ വരുന്നുണ്ട് ചിക്കൻ്റെ മുകളിലേക്ക്. അപ്പോൾ ആ ഒരു ടൈമാണ് നമ്മൾ ചിക്കൻ ഏകദേശം വെന്തു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇലയെല്ലാം ഇട്ട് കൊടുക്കാം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇലയും ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫ്ലേവർ അധികം ഇഷ്ടമല്ലാത്ത ആൾക്കാരുള്ളത്, അതുകൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം. നമ്മളെ ചിക്കൻ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്തിട്ട് അത് കൊണ്ടുവരും. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി വിചാരിക്കുന്നു. താങ്ക് യു. ബൈ ബൈ.